ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. രാജകുമാരിക്ക് അച്ഛൻ പറയാതെ മിയ നിനക്ക് മാരേജ് ചെയ്യണം. അച്ഛ എനിക്ക് മാരേജ് ഇഷ്ടമില്ല. മിയാൻ്റെ അച്ഛനും അമ്മ പറയാൻ തുടങ്ങി നീ രാജകുമാരിയാണ്, നീ ഞാൻ പറഞ്ഞ രാജകുമാരനെ കല്യാണിക്കും. അങ്ങനെ മിയ ഇങ്ങനെ സാഡായിട്ട് നടക്കുമായിരുന്നു. മിയക്ക് സംസാരിക്കുന്ന സൗണ്ട് കേട്ടു. മിയക്ക് നിങ്ങളെന്താ പറയണേ? അതെ, മിയക്ക് മാരേജ് ചെയ്താൽ മാത്രം നമുക്ക് രാജാവിനെ ഇല്ലാതാ ചെയ്യാം. അതൊക്കെ നീ എന്താടി പറയുന്നത്? അതെ, ഞാൻ രാജാവുക്ക് പോയ്സൺ ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ മിയക്ക് കേട്ടു. മിയക്ക് ഷോക്കായി പോയി. എന്ത്, അച്ഛനെ കൊല്ലാൻ പോകുന്നതാ? ഇതെങ്ങനെ തടയണം? അങ്ങനെ മിയക്ക് കുറച്ച് ഇതായി, ടെൻഷനായി. അങ്ങനെ സ്ലോ പോയ്സൺ വെച്ച് കൊടുത്തിട്ടുണ്ടു. മിയാൻ്റെ അച്ഛൻ രക്ഷപ്പെടാനുള്ള പറഞ്ഞു. അവിടെ ഒരു മന്ത്രിയുണ്ട്. മന്ത്രിനോട് നടന്ന കാര്യം പറഞ്ഞു മിയ. ഇത് കേട്ട് രാജാവുക്ക് എന്ത് പോയ്സൺ വെച്ചോ? ഇതെന്താണ് അത് കൊടുക്കണം രാജകുമാരി? ഇവിടെ ഒരു മല ഉണ്ട്, ദൂരെ ഒരു മല ഉണ്ട് രാജകുമാരി. ആ പ്ലേസിലേക്ക് പോയി ആ മരുന്ന് ഇന്ന് രാത്രി കൊടുക്കൂ. ആ മരുന്ന് പോയ്സൺ അത് അവർ കൊടുത്തോണ്ടുള്ളത് പറഞ്ഞു. ഇന്നൊക്കെ 2 ദിവസമായി ഞാൻ പോയിട്ട് ആ മലക്ക് പോയിട്ട്. അതൊരു വ്യത്യാസമൊരു മല രാജകുമാരി. അവിടെ പോയ ആപത്ത് പ്രശ്നങ്ങളുണ്ട് രാജകുമാരി, നിങ്ങൾ സൂക്ഷിച്ചിട്ട് പോകണം. അങ്ങനെ പറഞ്ഞു രാജകുമാരിയോട്. രാജകുമാരി സമ്മതിച്ചു ആ പ്ലേസിലേക്ക് പോയി. ഒരുപാട് സാഡായിരുന്നു രാജകുമാരിക്കും. എപ്പോൾ വയലും ഇട്ടു രാജകുമാരി പാട്ടുപാടാം. അങ്ങനെ സാഡായിട്ട് അവിടെ മലേൻ്റെ മുകളിൽ നിന്നിട്ട് വയൽ പാട്ടുപാടാം. ഈ ലുക്കിലാണ് രാജകുമാരി പാട്ടുപാടാം. അപ്പോൾ ഒരു ഡാൻസ് ഹൂ ഹൂ എന്ന് പാട്ടുപാടിയോ ജയഹൂപ്പ് വന്നു. ജയഹൂപ്പ് മ്യൂസിക് കേട്ടു. ആരാ ഇത് പാട്ടുപാടുന്നത്? ജയഹൂപ്പ് നോക്കി. ഇവിടെ കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലോ. ജയഹൂപ്പ് എന്താ ഒരു ഇടിച്ച്. എന്താടാ നീ ചെയ്യുന്നത്? ജങ്കുക്ക് പറഞ്ഞു. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ? അവിടെ നോക്കടാ എന്ന് ജങ്കുക്കിനെ തിരിച്ച് ജങ്കുക്ക് നോക്കി. വാവ്, നന്നായിട്ടുണ്ടല്ലോ സൗണ്ട്. അതെന്താ എടാ മണ്ട? അങ്ങനെ ആറും വന്നു. എന്താടാ ഇവിടെ നടക്കുന്നത്? ഇല്ല, അവിടെ നോക്കൂ, ഏതോ ഒരു രാജകുമാരി. ബാക്കി എല്ലാവരും വന്ന് ബോയ്സ് വന്ന് ഇങ്ങനെ ഈ ഹീറോയിനെ സൈറ്റ് അടിക്കുമായിരുന്നു. വാവ്, സന്തോണ്ട്. ഇവിടെ മനുഷ്യയാണടാ നമ്മ പോയ ആപത്ത്. അങ്ങനെ ആറാം പറയാം. ആറാം ശരി, നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ വരാം. ആറാം ഹ്യൂമനായിട്ട് മാറി. അതെ, ആറാമക്ക് ഹ്യൂമനാ, അതെ ഫുൾ മനുഷ്യന് മാറിയായി വന്നു. വാൾ വന്ന് മറിഞ്ഞ് കാല് വന്നു. അങ്ങനെ ആറാം പറഞ്ഞു കേട്ടു. നിങ്ങൾ ആരാണ് കേട്ടു? സോറി, ഞാൻ ഇവിടേക്ക് വന്നതാ. ഇവിടെ ആ മെഡിസിൻ നടന്ന കാര്യം ആരമ്മയോട് പറഞ്ഞു. എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഏതോ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് പറഞ്ഞു. ഒരു തൈയുണ്ട്, തൈൻ്റെ പേര് പറഞ്ഞു. അത് മെഡിസിൻ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അതും മാത്രമല്ല മന്ത്രി പറഞ്ഞു ഇവിടെ ഒരു ജീനിയസ് ഉണ്ടായിരുന്നു, അയാളെ കാണാൻ വന്നത്. അയാളെ പേര് ഏതോ ഒരു കെന്നാൻജോൺ എന്ന പേര് കേട്ടായിരുന്നു. അതുകൊണ്ട് ആറമ്മിന് ബാക്കി എല്ലാവരും കളിയാക്കി ചിരിക്കാകി. ആറും മുറയ്ക്കാൻ തുടങ്ങി. ജിമ്മിനി ഏത് ചിരിക്കാൻ തുടങ്ങി. ശരി, എന്ത് പറ്റി? രാജകുമാരി നടന്ന കാര്യം പറഞ്ഞതിന്. ശരി, ഓക്കെ, ഞാൻ മാത്രം വരില്ല, എൻ്റെ സഹോദരർ എൻ്റെ അനിയന്മാർ വരും എന്ന് പറഞ്ഞു ആറും. ബാക്കി എൻ്റെ ചേട്ടൻ വരും. അങ്ങനെ പറഞ്ഞ് എല്ലാവരും വന്നു. ശരി, നീ ഇവിടെ ഇരുന്നു. അങ്ങനെ 7 പേർ അവരെ കുതിരനെടുത്തു. അങ്ങനെ അവിടേക്ക് വന്ന പാലസിക്ക്. അങ്ങനെ രാജാവ് കുമാരി അവിടെ നടന്ന കാര്യം പറഞ്ഞു. ശരി, ഓക്കെ, ഞാനൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്. ആറമ്മ നിറയെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ മെഡിസിൻ കൊടുത്തു. അത് പ്രോബ്ലം സോൾവായി പോയി. അവർക്ക് സ്ലോ പോയ്സൺ ആറും കൊടുത്തു. ഇതിൽ ഒരു മാറ്റമല്ല. ഈ പോയ്സൺ കഴിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ആറും പറഞ്ഞു. അത് മതി കൊടുത്തു. അങ്ങനെയായിട്ട് അവരോട് സത്യം കാര്യമല്ല പറഞ്ഞ് അവരെ പിടിച്ച് ജയിലിലിട്ടു. ഇവരെ തെറ്റ് ചെയ്തു. ഇങ്ങനെ രാജാവിനെ കൊല്ലാൻ നോക്കി. ആരെല്ലാം കൊല്ലാൻ നോക്കി? അവരെല്ലാം മന്ത്രിയും കുറച്ച് മന്ത്രിയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പിടിച്ച് അകത്തിട്ടു. അവരൊരു മന്ത്രിയായിരുന്നു. അങ്ങനെയായിട്ട് ഒരു മന്ത്രിയായിരുന്നു. അങ്ങനെ കൊണ്ട് അങ്ങനെയായിട്ട് എല്ലാ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ രാജാവ് പറയാൻ തുടങ്ങി. നിങ്ങളാണ് എൻ്റെ മകളെ രക്ഷിച്ചത്, ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞു. അങ്ങനെ ഹീറോമാരെ പിടിക്കാൻ തുടങ്ങി. ഹീറോയി പറയാൻ തുടങ്ങി. അതല്ല, എനിക്ക് നിങ്ങളെ പിടിച്ചിരുന്നു. ഇടകേട്ട് ആറാം ഷോക്ക്. എന്തമ്മ നീ പറയുന്നത്? ആറാം പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് മാരേജ് കഴിക്കാൻ പറ്റില്ല എന്ന് ആറാം പറഞ്ഞു. എന്താ? ആറാം നടന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ സാധാരണല്ല, ഞങ്ങളെല്ലാവരും മെർമെയ്ഡാണ് എന്തുവാ പറഞ്ഞു ആറാം. എന്ത് മെർമെയ്ഡാണോ? അതെ, ആറാം പറഞ്ഞു ഞങ്ങളെല്ലാം മെർമെയ്ഡാണ്, അതുകൊണ്ട് ഇത് സംഭവിക്കില്ല, സോറി എന്ന് ആറാം പറഞ്ഞു. ഇത് ഹീറോയ്ക്ക് ഭയങ്കര സാഡായി. സാഡായിട്ട് വീട്ടിലുണ്ട്. അവരെല്ലാവരും പോയി. ഹീറോ സാഡായിട്ട് പറയുന്നതിന് ഹീറോയിൻ്റെ അനിയത്തി വന്നു. എന്ത് പറ്റി ചേച്ചി? നീ പറഞ്ഞേക്കടി റോസ്, എന്നെ ഈ പ്ലേസ് നീ നോക്കിക്കോ. ചേച്ചി നീ എന്താ പറയണേ? അതെ, അങ്ങനായിട്ട്
മിയാക്ക് നോക്കിയ ചെക്കനോട് ജാക്സൺ നീ മിയാനെ മാരേജ് ആയിക്കോ, എനിക്ക് മാരേജ് ഇല്ല. ഹീറോയിൻ അച്ഛനോട് പറഞ്ഞു ഓക്കെ എന്ന് അച്ഛൻ അയച്ചു വിട്ടു. ഇഷ്ടപ്പെട്ട ഹീറോയിൻ്റെ കുതിരടുത്തും അവിടേക്ക് വന്നു ഓട്ടർക്ക്. ഹീറോയിൻ ഓക്കെ അങ്ങനെ ആറമ്മക്ക് 7 ബോയ്സിനടുത്ത് ഓരോന്ന് ഗേൾസ് ഉണ്ടായിന്. ഇത് കണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി. എടാ ഞാൻ അച്ഛനും അമ്മയോട് കളിക്കിട്ട് വന്നു നിങ്ങൾക്ക് വേണ്ടി, നീ എന്നടാ വേറെ ഗേൾസിൻ്റെ അടുത്ത് കോമഡി കാട്ടുന്നത്. ഹീറോയ്ക്ക് ടെൻഷനായി. ആറമ്മ യഥാർത്ഥം നോക്കി ആറമ്മക്ക് ഷോക്കായി. ഇവളെന്താ ഇവിടെ ചെന്ന് മുറച്ചിട്ട് സീരാ, ഞാൻ ഇവിടെ നിൽക്കില്ല, ഒരു ഗുഹ ഉണ്ട്, ആ ഗുഹയ്ക്ക് പോയി. ആറമ്മക്ക് ഷോക്കായി. ആ ഗുഹ പോകണ്ടെന്ന് പറയാൻ വരുമ്പോൾ എന്ത് പറ്റിടാ ആറം നടന്ന കാര്യം പറയാൻ തുടങ്ങി. ആറമ്മ അവർ വിട്ടു. അയ്യോ അവിടെ പോയി പ്രശ്നമാവുമല്ലോ. ശരി എന്ത് എല്ലാവരും ഓടി വന്നു നോക്കി. ഹീറോയി അവിടെ മയങ്ങി വീണൊരു അടിപ്പാവി. ഞാനങ്ങ് സ്റ്റോപ്പ് പറഞ്ഞാൽ കണ്ണ് പിച്ചേ. അതെ ഹീറോമാർ വന്നു ഹീറോയിനെ എണിപ്പിക്കാൻ ഉണറ് പറയാൻ തുടങ്ങി. ഹീറോയിനോടില്ല. അങ്ങനെ ഹീറോമാർ പറയാൻ തുടങ്ങി. എടാ ഒരു പ്രശ്നമുണ്ടാ, അതൊക്കെ ഇപ്പം എന്താ ചേട്ടാ, ശരി നമുക്ക് വേറെ വഴിയില്ല. അങ്ങനെയായിട്ട് ഹീറോമാർ ഒരു മാജിക് ആ ഗുഹേനെ മറിച്ചു. ആ ഗുഹയിൽ വന്നു അവർ ഹീറോയെ കൂടെ അപ്പിടിപ്പിടിയിരിക്കുക റൊമാൻസ് ചെയ്യാൻ തുടങ്ങി. റൊമാൻസ് പറഞ്ഞാൽ ഒന്നാതിരിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ജിന്നാണ് ഫസ്റ്റ് ഉണ്ടായത്. പിന്നെ ജിൻ കഴിഞ്ഞു, നെക്സ്റ്റ് ഷുഗ കഴിഞ്ഞു ആറാം കൂടെ നടന്നു. ആറാം പറയാൻ തുടങ്ങി. എടാ നമുക്ക് ആറാം കഴിഞ്ഞു. പിന്നെ ജേഹബ് കൂടെ ആയി. ജേഹബ് എല്ലാം ശരിയായി. അപ്പോൾ ഹീറോയി എനിക്കും ഇല്ലടാ കുറച്ച് നേരം കഴിയിട്ട് അങ്ങനെ ബാക്കിയവർ പറയുന്നത് ഞങ്ങൾ വെളിയിൽ പോകാൻ പറഞ്ഞാൽ അവർ പോയി. അപ്പോൾ ജിമ്മിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ജിമ്മിൻ കഴിഞ്ഞ് വിയെ ജങ്ങൾക്ക് റോസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഹീറോയി കണ്ണ് തുറന്നപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരിവിടെ എന്താ ചെയ്യുന്നത്. ജങ്ങൾക്ക് ഫുൾ ആയി. എനിക്ക് ഡ്രസ്സ് ഒന്നുമില്ല, എന്താ നിങ്ങൾ ചെയ്തത്, അതൊന്നുമില്ല, അത് അവർ വീട് നോക്കിയായിരുന്നു. ആറാം സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ആറാം പറയുന്നു എനിക്കറിയുക